വയനാട് പോലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരാനുള്ള എല്ലാ സ്വഭാവങ്ങളുമുള്ള ആലപ്പുഴ ഇന്നും കേരളത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു തുരുത്തായി കഴിയുന്നു. നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ സ്വയമായി, അവിടുന്നായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി 10 വർഷം. ആലപ്പുഴയുടെ നെഞ്ചകത്താണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം. അതെ അതെ അതെ, അതൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ജാലത്തിലേക്ക് കൂടുതൽ പോകുന്നത്. അപ്പോൾ അതായത് സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ധാതു മണൽ സമ്പത്ത്. ഈ ധാതുമണൽ സമ്പത്ത് എന്ന് പറയുന്നത് ഇത് പെർപ്പച്വലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് പെർപ്പച്വലായിട്ട് നമുക്ക് മീൻ പിടിക്കാമെന്ന് പറയുന്നത് പോലെ കൊണ്ടുവരുന്ന ഒരു വിഭവം. എന്താണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട്? ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കരിമണൽ കർത്താവിൻ്റെ പൃഷ്ഠം താങ്ങികളായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറുന്നു. ഞാൻ ചോദിക്കുന്നത്, BJP ഗവൺമെൻറ് ഭാഗമായിട്ടാണ് SFI അന്വേഷണം ഇവിടെ നടത്തുന്നത്. ആ SFI അന്വേഷണം നടത്തിയിട്ട് ആ SFI അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് BJP-കാരൻ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. കാരണം എന്താണ്? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. പിണറായി വിജയനെതിരെ ഏറ്റവും രൂക്ഷമായ ആരോപണങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പോൾ നമ്മൾ. വ്യത്യസ്തമായി ഞാൻ 1-2 കാര്യങ്ങൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരങ്ങൾ. കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ധാതുമണൽ ഖനനവും നിരവധി സമര പോരാട്ടങ്ങളും നമ്മളിപ്പോൾ കാണുന്നു. കരിമണൽ കർത്തായുടെ വികാര കേന്ദ്രവും ഈ ഭാഗങ്ങൾ തന്നെയാണ്. കേരളത്തിലെ CPM മാർക്സിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ സംഘടന വളർന്നു വന്ന മണ്ണ്. പക്ഷേ ഇന്നും കേരളത്തിലെ ഏറ്റവും ദരിദ്രർ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊല്ലം, ആലപ്പുഴ മേഖല. ഈ ദരിദ്രർ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ 10,000 കോടി രൂപയുടെ ധാതുമണൽ നിക്ഷേപമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. സ്വർണ്ണക്കനിയുടെ മുകളിലാണ് ഈ ദരിദ്രർ ഇപ്പോഴും കഴിയുന്നത്. അവരെ കൊള്ളയടിച്ച് CMRL പോലെയുള്ള കമ്പനികൾ വലിയ ലാഭമെടുക്കുന്നു. അവരെ ഊറ്റിക്കുടിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊഴുക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിലംപൊത്തുന്നു. മാസപ്പടി കേസിലെ മുഖ്യപ്രതി വീണ വിജയനല്ല, പിണറായി വിജയനാണ് ഇന്ന് മാത്യു കുഴൽനാടൻ ഉച്ചത്തിൽ കേരളത്തോട് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കൂടി ഒന്ന് പരിശോധിക്കണ്ടേ. ഒരു വ്യക്തിപരമായ പിണറായി വിജയനെതിരെയുള്ള ഒരു ആരോപണം എന്നതിൽ കവിഞ്ഞ് ഒരു ഭൂപ്രദേശത്തിൻ്റെ, ഒരു ജനതയുടെ ചൂഷണത്തിൻ്റെ, തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു മലക്കം മറിച്ചിലിൻ്റെ കഥ കൂടി. സോയ്മോൻ 100% എനിക്ക് തോന്നുന്നത് സോയ്മോൻ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് വാചകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും വലിയ വിപ്ലവ സംഘടന എന്ന് അവകാശപ്പെടുന്ന പാർട്ടി, ഈ പാർട്ടിയുടെ ജീർണതയുടെ ഒരു സമഗ്ര ചിത്രമാണ് സോയ്മൻ ഇപ്പോൾ പറഞ്ഞ ഏതാനും വാക്കുകളിലുള്ളത്. അതായത് കേരളത്തിലെ ഒരുപക്ഷെ വയനാട് കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്ക ജില്ല എന്ന് വേണമെങ്കിൽ ആലപ്പുഴയെ നമുക്ക് പറയാം. കാരണം ആലപ്പുഴ ജില്ലയിൽ ശരിക്കും അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഒരു വശം എന്ന് പറഞ്ഞാൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളാണ് തിങ്ങിപ്പാർക്കുന്നത്. അങ്ങ് ഇപ്പോൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വയനാട് അതിൻ്റെ പൊതു സ്വഭാവം മാറിപ്പോയി. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വയനാട് മാറി. സർവീസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വരുമാനം കേരളത്തിന് നേടിത്തരുന്ന ജില്ലകളിലൊന്നായി വയനാട് മാറി. വയനാട് വളരുകയാണ്. അതെ. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ആദിവാസികളും പട്ടികവർഗ വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന വയനാട് പോലൊരു ജില്ല പോലും വളരുന്നു എന്നാണ് സോയ്മോൻ ഇപ്പോൾ പറയുന്നത്. അതിന് മേലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആലപ്പുഴയെ ജെക്സ്റ്റപ്പോസ് ചെയ്യേണ്ടത്. നമ്മൾ ആലപ്പുഴയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല സോയ്മൻ. സോയ്മൻ ഇത്രയും എന്നെ ഈ പറഞ്ഞ പോലെ പ്രകോപിപ്പിച്ചാൽ പോസിറ്റീവായിട്ട് പ്രകോപിപ്പിച്ചതുള്ളൂ. ഒരു വശത്ത് മത്സ്യത്തൊഴിലാളികൾ, അതായത് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഉള്ള കടൽ തീരം, ആ കടൽ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി. 1-2 വാക്കുകൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നും സമൂഹത്തിൻ്റെ ഏറ്റവും അരികുകളിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം. എന്നുവെച്ചാൽ ഔട്ട്ലയേഴ്സ് ഓഫ് ദ കേരള മോഡൽ എന്നാണ് പറയുന്നത്. അവരുടെ ആയുർദൈർഘ്യം 75 കേരളത്തിൽ ആയുർദൈർഘ്യമെങ്കിലും 65 വയസ്സിന് മുകളിൽ അവർ പോകാറില്ല.
രോഗങ്ങൾ, രോഗാതുരത, ഈ മദ്യത്തിനടിമ, മനസ്സിലായും. ഈ നിലയിൽ ഇപ്പോഴും ഏറ്റവും പിന്നോക്ക വിഭാഗമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ, ഈ CPM എന്ന പാർട്ടിയുടെ കടന്നുവരവിന് മുൻപ് കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായിരുന്നു ആലപ്പുഴ. ഏറ്റവും അധികം വ്യവസായികൾ തമ്പടിച്ചിരുന്ന സ്ഥലം, വിദേശ വ്യവസായങ്ങൾ നടന്നിരുന്ന സ്ഥലം. പക്ഷേ ഇന്ന് അവിടെ ഒരൊറ്റ വ്യവസായി പോലും പുതുതായി കടന്നു വരുന്നില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ഹോട്ടലുകളുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ആലപ്പുഴ. അവിടെ ആ കെട്ടുവള്ളങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോയ്മൻ പറയുമ്പോൾ, സോയ്മൻ ഇപ്പം നേരത്തെ പറഞ്ഞെന്താണ്, വയനാട് പോലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരാനുള്ള എല്ലാ സ്വഭാവങ്ങളുമുള്ള ആലപ്പുഴ ഇന്നും കേരളത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു തുരുത്തായി കഴിയുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് എന്നറിയോ സോയ്മാൻ, അവിടുന്നായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി 10 വർഷം, തോമസ് ഐസക്, മനസ്സിലായോ? അവിടുത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ഏതാണ്ട് 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളതിൽ ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്നു. കയർ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പ്രതിസന്ധി, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള പ്രതിസന്ധി ഞാൻ പറഞ്ഞു, കാർഷിക മേഖലയിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രതിസന്ധി കുട്ടനാടിൻ്റെ സങ്കീർണമായിട്ടുള്ള തകർച്ച, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായും ആ ജില്ലയിലാണ് ഏതാണ്ട് സോയ്മോൻ പറഞ്ഞ ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ, 10,000 മുതൽ 40,000 കോടി രൂപ വരെ പറയുന്നുണ്ട്, ആ ധാതുമണൽ ശേഖരം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ധാതുമണൽ ശേഖരം ഉപയോഗിച്ചുകൊണ്ട് പൊതുവിൽ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് ഈ കരിമണൽ കർത്താവ് എന്ന് പറഞ്ഞ ഈ ഇടനിലക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അട്ടകളെ പോലെ ഇങ്ങനെ അട്ടകൾ ചോര കുടിച്ച് വീർക്കുന്നത് പോലെ കൊഴുക്കുന്നത് എന്ന് നമ്മൾ കാണും. ഈ ധാതുമണൽ കടലെടുത്ത് കൊണ്ടുപോവുകയാണ്, കേരളത്തിന് പ്രയോജനം കിട്ടുന്നത്. അതെ അതെ അതെ, മറ്റിടങ്ങളിൽ അത് ഡിപ്പോസിറ്റായി മാറുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പഠനങ്ങൾ. അതെ. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടിയും ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടിയും ഉപയോഗിക്കാവുന്ന ഈ ധാതുമണൽ സമ്പത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ചാലകശക്തിയാകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് ഇപ്പോൾ ഇടതെന്ന് മാത്രമല്ല അല്ലാതെ ഉണ്ടല്ലോ, അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമണൽ കർത്താവെന്ന് പറഞ്ഞിട്ടുള്ളൊരു മുതലാളിക്ക് ഇത് മുഴുവൻ കൊണ്ടുവന്ന് പണയം വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് സോയ്മനെ ഞാൻ പറഞ്ഞ ചൂഷണത്തിൻ്റെ അങ്ങേയറ്റം പരകോടിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ചൂഷണത്തിൻ്റെ പ്രമുഖ സ്ഥാനത്ത്, നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടി കൂടിയാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു. ആലപ്പുഴയുടെ നെഞ്ചകത്താണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം. അതെ അതെ അതെ, അതൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ജാലത്തിലേക്ക് കൂടുതൽ പോകുന്നത്. അപ്പോൾ അതായത് സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ധാതു മണൽ സമ്പത്ത്, ഈ ധാതുമണൽ സമ്പത്ത് എന്ന് പറയുന്നത് ഇത് പെർപ്പച്വലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് പെർപ്പച്വലായിട്ട് നമുക്ക് മീൻ പിടിക്കാമെന്ന് പറയുന്നത് പോലെ കൊണ്ടിരുന്ന ഒരു വിഭവം. സ്വാഭാവികമായി തലയ്ക്ക് വെളിയുള്ള ആത്മാർത്ഥതയുള്ള ഏത് ഭരണകൂടവും അത് ഉപയോഗിച്ച് നാടിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ, എന്നോട് ആ പ്രദേശത്തുള്ള ഒരു പ്രമുഖരാണ്, അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൊല്ലത്തിൻ്റെ ചില മേഖലകൾ എന്നും പിന്നാക്കാവസ്ഥയിൽ കഴിയണം എന്ന് രാഷ്ട്രീയക്കാർക്ക് വലിയ നിശ്ചയമുണ്ട്. കാരണം ആ പ്രദേശത്തേക്ക് വലിയ തോതിൽ റോഡുകൾ കടന്നു വന്നാൽ, വലിയ തോതിൽ വികസനം കടന്നു വന്നാൽ സ്ഥലത്തിന് വില ഉയരും. ഇവരൊക്കെ വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ധാതുമണൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. ഈ ചൂഷണം നടക്കാതെ പോകും. അല്ല, അതിനൊന്നും ഒരു സംശയവുമില്ല. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലത്തെ ഒരു സ്വർണ്ണഖനി ഉള്ളപ്പോൾ ആ സ്വർണ്ണഖനിയിൽ നിന്നുള്ള നേട്ടം തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ ഉപയോഗിക്കണം എന്ന് കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ട്രേഡ് യൂണിയൻ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾ മുഴുവൻ കരിമണൽ കർത്താവിൻ്റെ വെറും ഈ പറഞ്ഞ പോലെ എച്ചിൽ നായ്ക്കളായി അധപ്പതിക്കുന്ന ഒരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്ന് 1 വർഷത്തിന് മുമ്പ് എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടി ഈ കരിമണൽ കർത്താവിന് വേണ്ടിയിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ എന്താ സോയ്മനെ ഇവിടെ കാണുന്നത്? ഇപ്പോൾ ഇവിടെ കാണുന്നത് കരിമണൽ കർത്താവ് എന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടി വിടുവേല ചെയ്തു കൊടുത്ത് അയാളിൽ നിന്ന് കോടികൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും അവർ റെസീറ്റ് കൊടുത്താൽ മേടിച്ചത് എന്ന് പറയും. അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലെങ്കിലും ഒട്ടും എനിക്ക് വിശ്വാസമില്ല.
കാരണം എല്ലാ കാലത്തും വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോഴത്തേക്കും KMML ചുമതലയുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മേടിച്ചിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നിരന്തരം അവരിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നുള്ള BJP-കാരനും മേടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും എനിക്കില്ല. കോൺഗ്രസിലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾ പോലും അവിടുന്ന് മേടിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പിൻ്റെ അല്ലെങ്കിൽ ദല്ലാൾ പണിയുടെ ഏറ്റവും വികൃതമായിട്ടുള്ളൊരു മുഖമാണ് നമ്മൾ ഇപ്പോൾ ഈ CMRൽ കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം അല്ലെങ്കിൽ ആ ഒരു വിഭവ സമ്പത്ത് ഒരു മൂന്നാംകിട മുതലാളിക്ക് കൂട്ടിക്കൊടുത്തിട്ട് ആ കൂട്ടിക്കൊടുത്ത മുതലാളി ഉണ്ടാക്കുന്ന ലാഭത്തിൽ നിന്ന് പിച്ചക്കാശ് മേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും തൊഴിലാളി വർഗത്തിനെയും ആദ്യ അവസാനം ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ചൂഷണം ചെയ്യുന്ന ഒരു അതിദയനീയമായിട്ടുള്ള അവസ്ഥ. ഇപ്പം ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരെ നടത്തുന്ന സമരക്കാരുണ്ടല്ലോ, 1000 ദിവസമായി അവർ സമരം ചെയ്യുന്നു. 1000 ദിവസം. ഇനി കുടനാടൻ നില പുറത്തു കൊണ്ടുവന്നതാണ് വളരെ ക്ലിയറാണ്. ഇപ്പം CPM-കാരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് ഭരണകർത്താക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് UDF ആണ് ചെയ്തതെന്നാണ്. UDF-ൻ്റെ കാലത്ത് അവർ 2004 ഒരു നയത്തിലൊരു മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തിയത് അവർ പിൻവലിച്ചു. അവർ പിൻവലിച്ചതിനെ തുടർന്ന് ഈ കരിമണൽ സെറ്റുകാരെ കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായൊരു ഉത്തരവ് കിട്ടിയെങ്കിലും പാട്ടത്തിനെടുത്ത ഭൂമി അവർക്ക് നിലനിർത്താനുള്ള അനുവാദമാണ് കൊടുത്തു. എന്നാലും അത് സർക്കാരിന് വേണമെങ്കിൽ അത് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു വകുപ്പ് സുപ്രീം കോടതി 2016 പറഞ്ഞു. ആ 2016 പറയുമ്പോൾ സോയിമോനെ അത് തിരിച്ചു പിടിക്കല്ലേ സോയിമോനെ ചെയ്യേണ്ടത്. അത് തിരിച്ചു പിടിച്ചില്ലെന്ന് മാത്രമല്ല അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തുന്നുള്ളതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിലെ ബന്ധം വളരെ ക്ലിയർ അല്ലേ. എന്താണ്, കരിമണൽ കർത്താവിന് സഹായം ചെയ്തു കൊടുത്തു. ആ സഹായം ചെയ്തു കൊടുത്ത കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ 14.6% ഓഹരി KSIDCക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി ഈ CMRL കമ്പനിക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തുള്ളതിൻ്റെ രേഖകൾ പുറത്തു വന്നു. അതിന് മറുപടിയായി ആ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്വിഡ് പ്രോക്കോ ആയി അച്ഛനും മകളും പണം വാങ്ങിയിരിക്കുന്നു. മകൾ മാത്രമല്ല പണം വാങ്ങിയിട്ടുള്ളത്, അച്ഛനും പണം വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ പൊതുമണ്ഡലത്തിലുണ്ട്. ഞാനിപ്പോൾ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ സോയിമോനെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടനാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ പുറത്തു കൊണ്ടുവന്നത് എന്താണ്, ഈ കരിമണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ 1-ാം പ്രതി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രേഖകൾ മുഴുവൻ മാത്യു കുഴൽനാടൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, ലോജിക്കലായിട്ടുള്ള സ്റ്റെപ്പ് ഈസ് ദാറ്റ് ദ ചീഫ് മിനിസ്റ്റർ ഷുഡ് സ്റ്റെപ്പ് ഡൗൺ ഇൻ റൈറ്റ് ഏണസ്റ്റ്. അവിടെ ഒരു ഡെമോക്രസിൻ്റെ വാൾ കിടക്കുന്നു 135. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം 135 കോടി രൂപയുടെ അന്വേഷണമാണ് SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രത്യേകത എന്താണ്? അരവിന്ദ് ദത്താർ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ കോടതിയിൽ പറഞ്ഞെന്താണെന്നറിയാമോ? SFI പല്ലുന്ന പോലുള്ളൊരു സാധനമാണ്, ബെയിൽ പോലും കിട്ടില്ലെന്നാണ് സോയിമോനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UAPIക്ക് സമാനമായിട്ടുള്ളൊരു സാധനമാണിത്. ഇത് ബെയിൽ പോലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീണ വിജയൻ്റെ അറസ്റ്റിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഇത് ഇവിടുത്തെ UDF-ലെ മുസ്ലിം ലീഗിലേക്ക് നേതാക്കന്മാരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അകത്ത് പോയാൽ പുറത്തു പോലും വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തെളിവുകൾ കോൺഗ്രസിലെ ഒരു MLA കാര്യകാരണസഹിതം പുറത്തു കൊണ്ടുവന്നിട്ടും UDF-നോ കോൺഗ്രസിനോ മുഖ്യമന്ത്രിയുടെ എതിർപ്പിന് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയാത്തത് എന്താണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട്? ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കരിമണൽ കർത്താവിൻ്റെ പൃഷ്ഠം താങ്ങികളായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറുന്നു. ഞാൻ ചോദിക്കുന്നത്, BJP ഗവൺമെൻറ് ഭാഗമായിട്ടാണ് SFI അന്വേഷണം ഇവിടെ നടത്തുന്നത്. ആ SFI അന്വേഷണം നടത്തിയിട്ട് ആ SFI അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് BJP-കാരൻ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. കാരണം എന്താണ്? അടിസ്ഥാനപരമായി കരിമണൽ കർത്താവ് BJP-കാരനാണ്, RSSകാരനാണ്, അവനും നല്ലപോലെ പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പോളറൈസേഷൻ? സോയിമോനെ, ഒന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു സ്വാർത്ഥ താല്പര്യം, ഒരു നിക്ഷിപ്ത താല്പര്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരിമണൽ കർത്താവിൻ്റെ മുമ്പിൽ തൊഴുകയോടെ മൂക്കുമുട്ടേ മുട്ടിച്ച് നിൽക്കുന്നു. മറുവശത്ത് ഇരകളായിട്ടുള്ള ജനങ്ങൾ,
ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാപ്ലെസ് വിക്ടിംസ് ജനങ്ങൾ. ഇതാണ് കേരളത്തിലെ പോളറൈസേഷൻ. ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇനി നടക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ 1.25 കോടി രൂപയുടെ ഒരു ഇടപാട് മാത്രമാണ്. അതിലപ്പുറം 2 ജില്ലകൾ കൊള്ളയടിച്ച കഥകൾ, 2 ജില്ലകളെ ഇത്തരത്തിൽ പിന്നാക്കാവസ്ഥയിൽ എത്തിച്ച കഥകൾ, എന്താണ് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ ഈ കൊള്ള മൂലമുണ്ടായ ഒരു പ്രത്യാഘാതങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ആരും കടക്കുന്നില്ല. സോമൻ, അത് വളരെ വളരെ പ്രസക്തമാണ് സോമനെ ഞാൻ പറയുന്നത്. കാരണം കർണാടക ഹൈക്കോടതിയിൽ പിന്നെ വീണ വിജയൻ്റെ വക്കീൽ പറഞ്ഞ ഒരു വാദമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് വെറും 1.25 കോടി രൂപയുടെ കാര്യം, 100 കോടി രൂപയുടെ സത്യം കമ്പ്യൂട്ടർ ഇതുപോലുള്ള കാര്യങ്ങളിലാണ് SFI അന്വേഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ 1.25 കോടി രൂപയുടെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ അന്വേഷണം നടത്തുന്നു പറഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ വാദിച്ച് എന്താണെന്നറിയോ, ഇത് 1.25 കോടിയല്ല, ഇത് 135 കോടി രൂപയുടെ കാര്യമാണ് എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ ഭയാനകം. അതെ, ഈ 135 കോടി ഇപ്പോൾ സോമൻ പറഞ്ഞത് അതിനേക്കാൾ ഭയാണ്. ഇപ്പോൾ 135 നമ്മൾ വന്നാൽ തന്നെ അതിൽ 95 കോടി രൂപയോളം പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തത് അവരിൽ നിന്ന് പിന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണെന്ന് CMRL 27 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ മൊഴി ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോഡി കിടപ്പുണ്ട്. അത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ പറയുന്ന 17 കോടി രൂപ വാങ്ങിയ മാധ്യമപ്രവർത്തകരും സ്വയം ആത്മപരിശോധന. അതാണ് ഞാൻ അതിലേക്കാണ് പോകാൻ പോയത്. ഒന്ന്, അവർ പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണികളും കാര്യങ്ങളും ഉണ്ട്. ആ ഭീഷണികളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ, മാധ്യമങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാവർക്കും ഞങ്ങൾ പണം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ആണ് സോയ്മോൻ പറഞ്ഞ പോലെ 17 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ മാധ്യമങ്ങൾ ഇത് സ്വയം ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് 1.25 കോടി രൂപയിലേക്ക് ഇത് ചുരുക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ ഈ കരിമണൽ കർത്താവിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരവസ്ഥ. അതിനേക്കാൾ ലാർജർ ഇഷ്യൂ ആണ് സോയ്മോൻ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയുടെ പിന്നോക്കാവസ്ഥ. ആലപ്പുഴ എപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം തന്നെ ആത്യന്തികമായി ഒരു മുതലാളിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയായിട്ടുള്ള ഈ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഈ ധാതു മണൽ കൊണ്ടുവന്ന് അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്തിട്ട് അയാൾക്ക് കാര്യം, ഞാൻ ചോദിക്കുന്നത് ഇത് വേറെ ഏത് സംസ്ഥാനത്ത് നടക്കും സോയ്മനെ? ഇത്ര ഈ പറഞ്ഞ പോലെ പരസ്യമായിട്ടുള്ള ഇതുപോലുള്ള ചൂഷണം നമ്മൾ പറയുന്നത് വേറെ ഏത് നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കാണുമോ? ഇതുപോലെ ഒരു കരിമണൽ കർത്താവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുതലാളി, അയാൾക്ക് പെർപ്പച്വലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അടിയറ വെക്കുക, അയാൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയാളുടെ കൈക്കൂലിയിന്മേൽ ജീവിക്കുക. അതിൽ 1ാം സ്ഥാനം CPM-നും CPM നേതാക്കന്മാർക്കും ആണെന്ന് വരുമ്പോൾ ഈ പാർട്ടിയുടെ ജീർണത എത്ര ജീർണതയിൽ എത്ര ചെളിക്കുണ്ടിലാണ് ഈ പാർട്ടി കിടക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മറുവശത്ത് ജനങ്ങൾ 1000 ദിവസമായി തോട്ടപ്പള്ളിക്കാർ സമരം നടത്തുകയാണ്. ആ തോട്ടപ്പള്ളിക്കാർ 1000 ദിവസമായി നടത്തിയിട്ട് അവർക്ക് അനുകൂലമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല സോയ്മോനെ, മാധ്യമങ്ങളുമില്ല, ഇല്ല. CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, ആരുമില്ല, മാധ്യമങ്ങളുമില്ല. അവരൊറ്റപ്പെട്ട് അവിടെ സമരം നടത്തും. അപ്പോൾ ആ നിലയിലുള്ള വലിയ ദയനീയമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു ചൂഷണത്തിൻ്റെ ചിത്രമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെ വെല്ലുവിളിക്കാൻ ഈ ഒരു പുതിയൊരു ഫോഴ്സ് ഉയർന്നു വന്നാൽ മാത്രമേ കഴിയൂ എന്നുള്ളിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.